ഹായ്. ബുള്ളിയിങ് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരാൾ ബുള്ളി ചെയ്യപ്പെടുന്നത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സിറ്റുവേഷനിൽ ഇടപെടണോ? അതോ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സൈലൻ്റ് ആയിരിക്കണം? ബുള്ളിയിങ് വെറും കളിയാക്കൽ മാത്രമല്ല, അതിന് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും മെൻ്റൽ ഹെൽത്തിനെയും അവൻ്റെ ഭാവിയെ തന്നെ നിശ്ചയിക്കാനുള്ള കഴിവുണ്ട്. ബുള്ളിയിങ് 4 തരമുണ്ട്. 1. ഫിസിക്കൽ ബുള്ളിയിങ്, ദേഹോപദ്രവം ഏൽപ്പിക്കുക. 2. വെർബൽ ബുള്ളിയിങ്, അതിൽ നെയിം കോളിംഗ്, അനാവശ്യമായ പേരുകൾ വിളിക്കുക, ഭീഷണി മുഴക്കുക, ഇതെല്ലാം വെർബൽ ബുള്ളിയിങ്ങിൽ വരും. 3. സോഷ്യൽ ബുള്ളിയിങ്, ഒരാളിനെ അകറ്റി നിർത്തുക, ഒന്നിലും ഇൻക്ലൂഡ് ചെയ്യാതെ നിർത്തുക, ഒരാളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുക, അതെല്ലാം സോഷ്യൽ ബുള്ളിയിങ് ആണ്. 4. സൈബർ ബുള്ളിയിങ്, ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ബുള്ളി ചെയ്യുന്നത്. ഈ ബുള്ളിയിങ് കാരണം കുട്ടികളിൽ സെൽഫ് എസ്റ്റീം വളരെ ലോ ആവാൻ സാധ്യതയുണ്ട്. അവർക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. സ്കൂളിൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അക്കാഡമിക്കലി പ്രോബ്ലംസ് ഉണ്ടാവാം. അവരുടെ ഫ്യൂച്ചറിനെ തന്നെ വളരെ മോശമായി അത് ബാധിക്കാം. ഇനി ബുള്ളിയിങ് നേരിടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ബുള്ളി ചെയ്യപ്പെടുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ കാം ആയിരിക്കാനും ഉടനെ തന്നെ ഒരു ട്രസ്റ്റഡ് അഡൾട്ട്, നിങ്ങളുടെ പേരൻ്റ് ആവാം, ടീച്ചർ ആവാം, അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്കൂൾ കൗൺസിലർ ആവാം, അങ്ങനെ ആരോടെങ്കിലും അത്യാവശ്യമായി ആ ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ബുള്ളിയിങ് വിറ്റ്നസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ആ വിക്ടിമിനെ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കാൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. കുട്ടികൾക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായി ഒരു സേഫ് എൻവയൺമെൻറ്റ് ഒരുക്കാൻ പേരൻസും ടീച്ചേഴ്സും ദയവായി ശ്രദ്ധിക്കുക. ഇനി പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഹെൽപ്പ് എടുത്തതിന് ശേഷവും കുട്ടികൾക്ക് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് നിങ്ങൾ എടുക്കുക. ബി ദ റീസൺ someone feels safe, not the reason they feel afraid. Have a good day.